ഞാൻ മനസ്സിലാക്കിയത് ഗുഡ്നസ് ടി വിക്ക് രാഷ്ട്രീയമില്ലെന്നാണ്. നിങ്ങൾ വളരെ പൊളിറ്റിക്കലി പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ദേശത്തോടു കൂടി ചോദിക്കുമ്പോൾ ഞാനതിന് ഉത്തരം പറയുന്നില്ല. ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണം. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുടിയിറക്കമാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുടെ അവകാശങ്ങൾ പോലും ജാതിയും മതത്തെയും ഒക്കെ മാനദണ്ഡമാക്കുന്ന സാഹചര്യമാണ്. എന്നാൽ ഇവിടെ കാണുന്ന ഒരു ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കുന്നില്ല. മതഭീകരവാദത്തെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. ആളുകളുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക തന്നെ ചെയ്യണം. കാടിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൗകര്യം മറിയൂരില്ല എന്നുള്ളത് സത്യമാണ്. മതേതരത്വം ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതം പ്രഘോഷിക്കുവാനുമുള്ള അവകാശമുണ്ടാകണം. എന്ന് വെച്ചാൽ ജീവിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട്, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരു അവസ്ഥയാണ്. ദൈവത്തിന് മാത്രമേ ഈ നാടിന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിൽ ഇപ്പോൾ കൊടും ചൂടാണ്. കാലാവസ്ഥയുടെ ചൂടും ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ചൂടും. പക്ഷേ ഇടുക്കിതാ ഇപ്പോൾ ഈ മഴയിൽ തണുത്തുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെ നമ്മുടെ പര്യടനം തുടങ്ങുമ്പോൾ ഇടുക്കി എന്നത് കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ജില്ലയാണ്. രണ്ടാമത്തെ വലിയ ജില്ല കൂടിയാണ്. ഇതിൻ്റെ ഭൂരിഭാഗവും കാടും വനമേഖലയും തന്നെയാണ്. കേരളത്തിൻ്റെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നും കൂടി ഇടുക്കി അറിയപ്പെടുന്നു. മനോഹരമായ ഇടുക്കി ഡാമിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്, വളരെ മനോഹരമായ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇടുക്കി, മൂവാറ്റുപുഴ, കോതമംഗലം, ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, പീരുമേട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലം. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ വോട്ടേഴ്സിൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 47.7% ക്രിസ്ത്യൻ വോട്ടേഴ്സ് ഈ ഇടുക്കി മണ്ഡലത്തിലാണ്. ഏറ്റവും കൂടുതലുള്ളത് ക്രൈസ്തവ വോട്ടുകളാണ്. രണ്ടാമതുള്ളത് ഹിന്ദു വോട്ടുകൾ 46.5% ഹിന്ദു വോട്ടുകളും, മുസ്ലിം വോട്ടുകൾ ഏകദേശം 5.8% മാത്രമാണ് ഈ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. കഴിഞ്ഞ 2019 ഡീൻ കുര്യാക്കോസ് UDFൻ്റെ 54.21% വിജയിച്ചു. അതിന് മുമ്പത്തെ പ്രാവശ്യം 2014 ജോയ്സ് ജോർജാണ് 46.5% വോട്ടിലും. 2009 PT തോമസാണ് ഇവിടുന്ന് ജയിച്ചത് UDFൻ്റെ 51.98% എന്ന കണക്കിൽ. ലോകം മുഴുവനുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി ഈ ഇടുക്കി മാറുമ്പോൾ പക്ഷേ ഈ ഇടുക്കിയിൽ ജീവിക്കുന്നവരുടെ അവസ്ഥ അത്ര സുഖകരമല്ല. ഈ ഇടുക്കിക്കാരുടെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെയാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പര്യടനത്തിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നതും നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നതും. തെരഞ്ഞെടുപ്പിലെ ക്രൈസ്തവ ശബ്ദം. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള ഈ പര്യടനത്തിൽ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കാന്തല്ലൂർ, മറയൂർ എന്ന മനോഹരമായ പ്രദേശങ്ങളിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസ്റ്റ് വില്ലേജായി പ്രധാനമന്ത്രി കാന്തല്ലൂർ പഞ്ചായത്തിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ലോക്സഭ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഈ കാന്തല്ലൂർ, മറയൂർ പ്രദേശങ്ങളിലെ ഇവിടെ ജീവിക്കുന്ന മികച്ച ടൂറിസം കേന്ദ്രമായി കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ കാന്തല്ലൂരിലെ ജനങ്ങൾ മികച്ച ജീവിത നിലവാരം പുലർത്തുന്നുണ്ടോ? ഇവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ എന്താണ്? ഇന്ന് നമുക്കത് നോക്കാം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ടൂറിസം വില്ലേജായി പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചാണ് ഈ കാന്തല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന നിങ്ങളുടെ അവസ്ഥ അത്ര മികച്ചതാണോ?
എന്താണ് പറയാനുള്ളത്? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ 90% കർഷകരാണ്. ഈ കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന സാധനം വന്യമൃഗശല്യം കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ മുഴുവൻ ഇല്ലാണ്ടായി പോവുകയാണ്. അതുകൊണ്ട് കർഷകർ പ്രതിസന്ധിയിലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എത്ര ഉൽപ്പാദനം ഉണ്ടായാലും ഒരു മാർക്കറ്റിംഗ് ഇല്ല. വിത്തടിപ്പാൻ വേണ്ടി ഇത് തമിഴ്നാട് പോയിട്ട് തിരിച്ചിരിട്ട പാലക്കാട് വഴിയാണ് കേരളത്തിൽ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കരിമ്പ് കർഷകർ ഇപ്പം നിങ്ങൾക്ക് അറിയാം, ഇവിടെ ഈ കർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായ വില കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാന പ്രശ്നം. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലും ഉൽപ്പാദിപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ വന്യമൃഗങ്ങൾ വന്ന് ഒരു നിമിഷം കൊണ്ട് അത് ഇല്ലാതാക്കി പോകും. അപ്പോൾ ഒരു പരിധിവരെ അവരോട് നമ്മൾ സ്നേഹമില്ലാഞ്ഞിട്ടല്ല കേട്ടോ, പക്ഷേ നമ്മളുടെ കഷ്ടപ്പാടുകൾ അത്രയും ബുദ്ധിമുട്ട് ഏറിയതാണ്, ചിലവേറിയതാണ്. പക്ഷേ അതിന് ആനുപാതികമായിട്ട് നമുക്ക് മുന്നേറാൻ പറ്റുന്നില്ല. ഇപ്പോൾ നമ്മൾ നാടുകളിലേക്ക് പോകുന്നില്ല, ഗ്രാമങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളായതുകൊണ്ട് കൃഷിക്ക് അനുബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിന് ആനുകൂല്യം ലഭ്യമല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള അവസ്ഥ. പിന്നെ ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കീഴാന്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇത് ശീതകാല പച്ചക്കറികളുടെ കേന്ദ്രമാണ്. തൊട്ട് താഴെ പയസ് നഗർ, ദിണ്ടുകൊമ്പ്, കോവിൽക്കടവ് പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്നത് പശു വളർത്തലാണ്. ഇവിടെ ഏറ്റവും ശോചനീയമായ അവസ്ഥ എന്ന് പറയുന്നത് നല്ലൊരു മൃഗാശുപത്രി ഇല്ല എന്നുള്ളതാണ്. മൃഗങ്ങൾക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ ഡോക്ടേഴ്സ് ഇല്ല. ഇനി അഥവാ അവരെ വിളിച്ചുകൊണ്ട് വന്നാൽ എന്തിനാണ് അവർ ചികിത്സിക്കുന്നതെന്ന് പോലും അവർക്കറിയില്ല. അവർ വന്ന് 1-2 ഇഞ്ചക്ഷൻ എടുക്കും, തൊട്ടടുത്ത നിമിഷം പശു വീഴും, ചത്തുപോകും. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷീരവികസനവുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷീര കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു രീതിയിലും പിടിച്ചു നിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കാന്തല്ലൂരിലെ ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ ജീവിക്കുന്നില്ലെന്ന് വെച്ചാൽ ജീവിക്കുന്നുണ്ട്, ചത്തത് നോക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ള ഒരവസ്ഥയാണ് ചുരുക്കി പറഞ്ഞാൽ. പിന്നെ ഓരോ തെരഞ്ഞെടുപ്പ് കാലഘട്ടം വരുമ്പോഴും ഓരോ രാഷ്ട്രീയക്കാരും ഉന്നയിക്കുന്ന ആ ഒരു ആദർശം പിന്നീട് പ്രയോജനത്തിൽ വരുത്തുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാന പ്രശ്നം. പിന്നെ ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമുക്ക് മുകളിൽ ഷോലൈ ഹെവൻ എന്ന് നമുക്ക് നല്ല ഒരു മന്നവൻ ചോല അവിടെ ഉണ്ട്. അവിടെ നല്ല ജലസ്രോതസ്സാണ് ഉള്ളത്. പക്ഷേ താഴേക്ക് ഒഴുകി വരുന്തോറും മലിനമായിട്ടുള്ള ജലമാണ് ആളുകൾ കുടിക്കുന്നത്. ഇതിനെ വേണ്ടത്ര രീതിയിൽ ഒന്ന് തടയണ കെട്ടി നിർത്തിക്കൊണ്ട് നല്ല രീതിയിൽ കൃഷി ഇടങ്ങളിലേക്ക് ജലസേചനം എത്തിക്കാൻ ശ്രമിച്ചാൽ, അതിനുള്ള ഫണ്ടുണ്ട്, അത് വേണ്ട രീതിയിൽ ശ്രമിച്ചാൽ ആളുകൾക്ക് അന്യം നിന്ന് പോകത്തില്ല ഈ കൃഷികളൊന്നും. ഇനിയിപ്പോൾ ഒരു 2-3 വർഷക്കാലം കഴിഞ്ഞാൽ കരിമ്പ് എന്ന് പറയുന്നത് കാന്തല്ലൂർ പഞ്ചായത്തിൽ അന്യം നിന്ന് പോകും. മറയൂർ പഞ്ചായത്തിലും ഏകദേശം അതേ സ്ഥിതി തന്നെയാണ് നിലനിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ജോലിഭാരം കൂടുതലാണ്, അതിനനുസരിച്ചുള്ള വില കിട്ടുന്നില്ല. പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ നിന്ന് കള്ളശർക്കര കയറി വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് സാധിക്കും. പക്ഷേ അതൊന്ന് കാണാൻ ഇവർ ശ്രമിച്ചാൽ ഇത് നടക്കും. അത് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. എന്ന് വിചാരിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്ന് നമ്മൾ കണ്ണടച്ച് പറയുകയല്ല. ഇപ്പോൾ ചേച്ചി ഒരു പഞ്ചായത്തിലെ ജനപ്രതിനിധിയായിരുന്നു അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ LDF ഉം UDF ഒക്കെ കഴിഞ്ഞ 10 വർഷമായിട്ട് മാറി ജനപ്രതിനിധികൾ ലോക്സഭാ തലത്തിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവർ എത്രത്തോളം അവരുടെ വാക്ക് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇതിനു മുമ്പും ഉന്നയിക്കപ്പെട്ടിട്ടുള്ളതല്ലേ? അപ്പോൾ അത് പരിഹരിക്കാനായിട്ട് എത്രത്തോളം ഇപ്പോഴത്തെ ജനപ്രതിനിധികൾ, ഇപ്പോൾ കഴിഞ്ഞ 10 വർഷമായിട്ട് നോക്കുകയാണെങ്കിൽ LDF ഉം UDF ഉം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം അവർ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്? ഇതിൽ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ മെമ്പറായിരുന്ന 2010-15 കാലഘട്ടത്തിലാണ്. അപ്പോൾ മറയൂർ വെച്ചിട്ട് ഒരു കച്ചവടക്കാരനെ ആന ചവിട്ടിക്കുന്നൊരു സംഭവം ഉണ്ടായി. ഞങ്ങൾ ജനപ്രതിനിധികളെല്ലാവരും കൂടെ കൂടി, പിന്നെ നാട്ടുകാരെല്ലാവരും കൂടെ കൂടിയിട്ട് ബോഡി അടക്കം ചെയ്യാൻ സമ്മതിക്കാതെ നമ്മളവിടെ ഒരു സമരം നടത്തി. ഒത്തിരി ജനങ്ങൾ അതിനകത്ത് പങ്കാളികളായിരുന്നു. പക്ഷേ അതിനകത്ത് കണ്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കുടുംബക്കാർക്ക് എന്തോ ഒരു ചെറിയ ആനുകൂല്യം കൊടുക്കാമെന്നുള്ള ധാരണയിൽ അവർ സമവായപ്പെട്ടപ്പോൾ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ്റെ നഷ്ടത്തിന് കേവലം 5 അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊണ്ട് ആ മനുഷ്യൻ്റെ നഷ്ടമല്ലാതാകുന്നില്ല. എന്നാൽ ഇവിടെ കാണുന്ന ഒരു ഏറ്റവും ശോചനീയമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യജീവന് തെല്ലും വില കൽപ്പിക്കുന്നില്ല. ഒരു ആനയോ അല്ലെങ്കിൽ ഒരു കുരങ്ങ് പോലും, ഞാനതിനെ ചെറുതാക്കി പറയുകയല്ല കേട്ടോ, അതിനെന്തെങ്കിലും ഒന്ന് ജീവഹാനി സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുഷ്യനെതിരെ കേസെടുക്കും. അതേസമയം ഒരു മനുഷ്യനെ ദാരുണമായിട്ട് ചവിട്ടിക്കൊന്നാൽ ആനയ്ക്കെതിരെ കേസില്ലല്ലോ, ഇല്ല. അപ്പോൾ നഷ്ടമാർക്കുക ആ ഒരു കുടുംബത്തിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന കിട്ടുന്നില്ലെന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നത്. വിനോദസഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമാണ് കാന്തല്ലൂർ അല്ലേ? പക്ഷേ ഇവിടുത്തെ ജീവിക്കുന്ന നിങ്ങൾക്ക് വലിയ കഷ്ടപ്പാടാണ്.
അതായത് വിനോദസഞ്ചാരികളെന്ന് പറയുമ്പോൾ വിദേശത്തു നിന്ന് വരുന്ന കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒറ്റേറെ ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. എന്നാൽ പോലും ഇവിടെ ഇരിക്കുന്ന കർഷകർക്ക് ഒരു സംരക്ഷണമില്ല. ഇവിടെ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും, അതായത് 99% കർഷകരാണ്. ഈ കർഷകർ ഉൽപ്പാദിക്കുന്ന ഒരു വിളകളും നമുക്ക് കറക്റ്റായിട്ട് എത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. കാരണമൊന്നുമില്ല, വന്യമൃഗത്തിൻ്റെ ശല്യം. ഇത് ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ അധികാരത്തോട് ഞങ്ങൾ പറയുമ്പോൾ അവർ പറയുന്നത് വന്യജീവികൾ ജീവിക്കുന്ന സ്ഥലത്താണ് നിങ്ങളെ ഇവിടെ പാലിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ആ ഉദ്ദേശം വേറൊന്നുമില്ല. ഇപ്പോൾ ആകെ നിങ്ങൾ കാണുമ്പോൾ ഇവിടെ താഴെ കാണുന്ന ഈ ഫോറസ്റ്റിൻ്റെ ഏരിയയിൽ ഏറ്റവും കൂടുതൽ ബിൽഡിങ്ങൊക്കെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫോറസ്റ്റാണ്. ഫോറസ്റ്റ് അവർ കെട്ടിടങ്ങൾ കെട്ടിയിട്ട് അവിടെ ഇരിക്കുന്ന വന്യമൃഗങ്ങളിൽ ഇവിടെ നമ്മൾ കൃഷി സ്ഥലത്തിൽ ഓടിക്കുന്നതും, കർഷകർ നിങ്ങൾ മറ്റേ വന്യമൃഗങ്ങൾ ജീവിക്കുന്ന സ്ഥലത്താണ് നിങ്ങൾ ജീവിക്കുന്നത് പറഞ്ഞിട്ട് തെറ്റിദ്ധാരണ ഉണ്ടാക്കി ഗവൺമെൻറ്റിന് വേറൊരു വിധത്തിൽ ചിന്തിക്കാൻ പറഞ്ഞിട്ട് ഞങ്ങളെ ഇവിടെ നിന്ന് കുടിയേൽപ്പിക്കാന്നൊരു ശ്രമത്തിലാണ് സമ്മതിക്കുന്നത്. മറയൂർ ശർക്കര എന്ന് പറയുന്നത് കേരളം മുഴുവൻ പേര് കേട്ട ഒന്നാണ്. ഇന്ന് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെ നമ്മൾ പോകുമ്പോൾ കാന്തല്ലൂർ മറയൂർ മേഖലയിലെ ഒരു വലിയൊരു കരിമ്പൻ തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് ഈ കാന്തല്ലൂരിൽ നിന്നുള്ള ഒരു കർഷകനാണ്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ജോയ് പുന്നശ്ശേരി. എൻ്റെ ഭാര്യ ആൻസി ജോയ്. ഓക്കെ ചേട്ടാ, തിരഞ്ഞെടുപ്പെല്ലാം നമ്മൾ അല്ലേ വളരെ തൊട്ടടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൽ തന്നെ വളരെ സുന്ദരമായൊരു സ്ഥലമാണ് മറയൂർ കാന്തല്ലൂർ എന്ന് പറയുന്നൊരു പ്രദേശം. പക്ഷേ ഈ കാശ്മീർ എന്ന് പറയാൻ ഇവിടെ കേരളത്തിലെ ഒരു കാശ്മീർ എന്ന് പറയാം. പക്ഷേ ക്ലൈമറ്റാണ്, വിനോദസഞ്ചാരികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം. പക്ഷേ ഇവിടുത്തെ ജനങ്ങൾ അത്രമാത്രം വളരെ ആശങ്കയിലാണ്, അത്ര സംതൃപ്തരല്ല എന്ന് കേൾക്കുന്നുണ്ട്. ഇവിടുത്തെ കർഷകരെ സംബന്ധിച്ചോളം എന്താണ് ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾ നേരിടുന്നത്? സംബന്ധിച്ചുള്ള ഒരു പ്രശ്നം പറയാമെന്ന് പറഞ്ഞാൽ, കാർഷിക ഏരിയയാണ് നമ്മുടെ പ്രദേശം മൊത്തം. വെജിറ്റബിൾസ് ഇഷ്ടം പോലെയുണ്ട്. അതേപോലെ കരിമ്പ്, ശർക്കര. മറയൂർ ശർക്കര എന്ന് പറഞ്ഞാൽ ഫേമസാണ്. ഒരിക്കലും ഇതിനകത്ത് മായം ചേരാണ്ട് നല്ലൊരു ശർക്കരയാണ് ഇവിടുന്ന് എല്ലായിടത്തും. ശബരിമലയിൽ വരെ ഇതാണ് എത്തുന്നത്. പക്ഷേ ഇതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ, ഇത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കർഷകർക്ക് ഇതിൻ്റെ ന്യായമായിട്ടുള്ള വില കിട്ടുന്നില്ല. ഇപ്പം 1 ഏക്കർ കരിമ്പ് മൊത്തം ഒരാൾ മേടിച്ചിട്ട് അത് കൊണ്ടുപോയി ആട്ടി കൊടുക്കും. പക്ഷേ ആ കരിമ്പ് ഉണ്ടാക്കുന്ന വ്യക്തിക്ക് നിസ്സാര പൈസ കിട്ടുള്ളൂ. അവൻ കരിമ്പ് മേടിച്ച് ആട്ടി അങ്ങനെ ചെയ്യുമ്പോൾ അവന് നല്ലൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ആ കർഷകന് യാതൊരു വശാലും ഉയർന്നു വരാൻ പറ്റത്തില്ല. അവന് നിന്നും ഒരേപോലെ തന്നെ ഒരു മെച്ചപ്പെടുന്നില്ല. അതിനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം. അപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകന് ആ കൃഷി മൂലം നശിച്ചു പോകേണ്ട നന്നായിട്ട് വരാനായിട്ടും അതിൻ്റെ വില നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ഒരു സംവിധാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർക്ക് ആശ്വാസമാണ്. അതേപോലെ പച്ചക്കറികൾ, ബീൻസ്, ക്യാരറ്റ്, ഫ്രൂട്ട്സുകൾ, ഇതെല്ലാം ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടാകുന്ന സ്ഥലമാണ്. അതിന് വേണ്ടുന്നതായ വെള്ളം ഇത് കെട്ടി ടാങ്ക് കെട്ടി അതിനെ കെട്ടി നിർത്തിയിട്ട് ഈ തമിഴ്നാട്ടിലൊക്കെ കാണിക്കുന്നില്ലേ, അതേപോലെ എല്ലാ പ്രദേശത്തേക്കും വെള്ളം വിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇരട്ടി കിട്ടും വരുമാനം, കൃഷിയുടെ ലാഭം ഇതെല്ലാം ഉണ്ടാകും. വെള്ളം എന്നത് വലിയൊരു പ്രശ്നമാണല്ലോ. വെള്ളമുള്ള വലിയ പ്രശ്നമാണ്. കാന്തല്ലൂരൊക്കെ വെള്ളമുണ്ട്. അവിടെ ഡാം കെട്ടി ആ ഡാമിൽ നിന്ന് വെള്ളം ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും വെള്ളമായി, എല്ലാവർക്കും കൃഷി ചെയ്യാം. അതൊന്നുമില്ല. ഡാം കിട്ടുന്നുണ്ട്, പക്ഷേ ഇതൊന്നും ഇതുവരെ പ്രായോഗികമായിട്ടില്ല. അപ്പോൾ കർഷകർ മൊത്തത്തിൽ അടിപോയൊക്കെയാണ്, ദുരിതത്തിലാണ്. അപ്പോൾ അവരെ കരകയറ്റാനായിട്ട്, അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു മാർഗം സ്വീകരിക്കുന്നത് നല്ലതാണ്. അങ്ങനെ ആയാലേ ഇവർക്ക് പിന്നെയും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് വരുമാന മാർഗ്ഗമില്ലാണ്ടാവും. മറ്റൊരു മേഖലയിൽ വന്യമൃഗശല്യം ഈ കർഷകരെ ബാധിക്കുന്നുണ്ടോ? വന്യമൃഗശല്യം ഭയങ്കരമായിട്ട് ബാധിക്കുന്നു. നമ്മുടെ കൃഷിഭൂമിയിൽ മണ്ണിൽ നടന്ന കപ്പ, കാച്ചിൽ, ചേന അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നും നമുക്ക് കിട്ടത്തില്ല. ഇതെല്ലാം നമ്മൾ വളരെ പ്രതീക്ഷയോടുകൂടി നട്ടുവയ്ക്കും. ചേന, ചേമ്പ് ഇതെല്ലാം നട്ടുവയ്ക്കും. ഒന്ന് തലപൊക്കിയപ്പോഴേക്കും രാത്രി പന്നികൾ വന്ന് എല്ലാം കുത്തി മറിച്ച് കൊണ്ടുപോകും. പൈസ ഒത്തിരി മുടക്കിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും നമുക്കൊരു പൈസ പോലും കിട്ടത്തില്ല. ഇതെല്ലാം അവർ തന്നെ കൊണ്ടുപോകും. പിന്നെ ആന, രാത്രി ആന കരിമ്പ് എല്ലാം ചവിട്ടി പൊളിച്ച് വൃത്തികേടാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് ആനശല്യം. അങ്ങനെ പോത്താണെങ്കിൽ അതിനേക്കാളപ്പുറം പച്ചക്കറികളും ഇതെല്ലാം പോത്ത് നേരത്തിക്കളയും. അപ്പം വന്യമൃഗത്തിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതിനുള്ള സംരക്ഷണങ്ങളൊക്കെ ചെയ്യേണ്ടതാണ്. ഫോറസ്റ്റുകാരെല്ലാം ഇവിടെ ഉണ്ടെങ്കിലും പ്രായോഗികമായിട്ടൊന്നും
ഒരു നല്ല രീതിയിൽ നടക്കുന്നില്ല. കൃഷിനാശം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നശിച്ചുകൊണ്ടിരിക്കുക. ഇടുക്കി ലോക്സഭാ മണ്ഡലം എന്ന് നോക്കുമ്പോൾ ഒരുപാട് ഇടുക്കി ആ മേഖലയായിട്ട് മാത്രമായിട്ട് പോകുമ്പോൾ ഈ ഒരു പ്രദേശത്തെ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇത് ശ്രദ്ധയിൽ പെടുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഈ ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ മുമ്പിൽ വെക്കാനായിട്ടുള്ളത്. അതെ ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞ ഓരോ വിഷയങ്ങളും ഇവിടെയുള്ള ഓരോ വ്യക്തികളുടെയും അഭിപ്രായമാണ്. അത് ആർക്കും ഇങ്ങനെ പറയാനുള്ള ഒരു വേദിയില്ല, ഒരു ചാൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ പറഞ്ഞിട്ടും കാര്യമില്ല. അതിൻ്റെ പേരിൽ ഇങ്ങനെ പോഞ്ഞ് നിൽക്കുന്നു. നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നത് LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ ജോയ്സ് ജോർജ് സാറാണ്. സാർ നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ ഘട്ടമൊക്കെ ഇപ്പോൾ ഇടാൻ വരെത്തി? പരസ്യ പ്രചരണം തുടങ്ങി ഇപ്പോൾ 7 അസംബ്ലി മണ്ഡലവും പൂർത്തിയാക്കി അതിൻ്റെ തന്നെ 2ാം ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ട്. അത് ഇന്നിപ്പോൾ പിരിമേട് മണ്ഡലത്തിലാണുള്ളത്. പിരിമേട് മണ്ഡലത്തിലെ അസംബ്ലി മണ്ഡലത്തിൻ്റെ 2ാം ഘട്ട പര്യടന പരിപാടിയാണ്. ഇന്നിപ്പോൾ രാവിലെ തുടങ്ങി ഇപ്പോൾ അതിൻ്റെ ഒരു 3 പഞ്ചായത്ത് കഴിഞ്ഞു. ഇനി ഉച്ചയ്ക്ക് ശേഷം 3 പഞ്ചായത്തുകൾ കൂടി പര്യടനമുണ്ട്. ജനങ്ങളുടെ പ്രതികരണമൊക്കെ എങ്ങനെയുണ്ട്? വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊതു സാഹചര്യത്തിൽ നിലപാടുള്ള ആളുകൾ പാർലമെൻറ്റിലെത്തണം എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇവിടെ നമ്മളുടെ BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരണഘടനാ തത്വങ്ങളെ ആകെ അട്ടിമറിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ ഭരണഘടനാ തത്വങ്ങളെ അട്ടിമറിക്കുന്ന, പ്രത്യേകിച്ച് ഏറ്റവും അടിസ്ഥാനപരമായ ജനങ്ങളുടെ അവകാശങ്ങൾ പോലും ജാതിയും മതത്തെയും ഒക്കെ മാനദണ്ഡമാക്കുന്ന സാഹചര്യമാണുള്ളത്. ന്യൂനപക്ഷങ്ങൾ പൊതുവെ, അത് ഒരു ന്യൂനപക്ഷമല്ല, മുസ്ലിം ന്യൂനപക്ഷം മാത്രമല്ല, എല്ലാ ന്യൂനപക്ഷങ്ങളും വല്ലാത്ത പ്രതിസന്ധിയെ നേരിടുന്നൊരു ഘട്ടത്തിലാണുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൃത്യതയോടുകൂടി മതനിരപേക്ഷതയ്ക്കനുസരിച്ച് നിലപാട് സ്വീകരിക്കാൻ പറ്റുന്ന പാർലമെൻറ്റ് അംഗങ്ങളുണ്ടാവണം. അത് ഞങ്ങളുടെയൊക്കെ ഒരു മുന്നനുഭവത്തിൽ ഇടതുപക്ഷത്തിനാണ് അത് സാധിക്കുക. അപ്പോൾ ആ തരത്തിൽ ഇടപെടാൻ പറ്റുന്ന പാർലമെൻറ്റ് അംഗങ്ങൾ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ ചെല്ലണം. കോൺഗ്രസിനെ കൊണ്ട് അത് സാധിക്കില്ല എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകുന്നത്. സാർ, ഇപ്പോൾ ഇടുക്കി മണ്ഡലത്തിലേക്ക് നമ്മൾ വരാണെങ്കിൽ ഇടുക്കി മണ്ഡലത്തിൻ്റെ ഇനിയുള്ള വികസന സ്വപ്നം എങ്ങനെയാണ് സാറാകുന്നു? ഇടുക്കി 2014 മുതൽ 19 വരെയുള്ള കാലത്ത് MP എന്ന പദവിയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒട്ടനവധി വികസന പദ്ധതികൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല സംസ്ഥാന ഗവൺമെൻറ്റുമായും ചേർന്ന് നിന്നുകൊണ്ടുള്ള വലിയ പശ്ചാത്തല വികസന രംഗത്തൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ ഘട്ടത്തിൽ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് 2016 LDF ഗവൺമെൻറ് വന്നതിന് ശേഷം ഇടുക്കിയുടെ മുഖച്ഛായ ആകെ മാറുന്ന പശ്ചാത്തല വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. ഇനി തുടർന്നങ്ങോട്ട് ഇടുക്കിയിൽ ആളുകളുടെ ജീവനോപാധിയുമായി ബന്ധപ്പെട്ട വികസനമാണ് ഉണ്ടാവേണ്ടത്. ആ ജീവനോപാധി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. അതിന് ടൂറിസത്തെയാണ് നമ്മൾ ഏറ്റവും പുതിയ ഒരു പൊട്ടൻഷ്യൽ ഏരിയയായി കാണുന്നത്. അപ്പോൾ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തെ ആകെ ഒരുമിച്ച് കണ്ടുള്ള ലോകത്ത് ആകമാനം ഉള്ള ടൂറിസത്തിൻ്റെ പുത്തൻ രീതികളുണ്ട്. ആ പുത്തൻ രീതികളെ നമ്മളുടെ ഇവിടുത്തെ പ്രകൃതിയും ഇതിൻ്റെ ടൂറിസം സാധ്യതകളുമായി നന്നായി സമന്വയിപ്പിച്ചിട്ട് ഒരു ടൂറിസം പ്രോഡക്റ്റാക്കി ഇതിനെ മാറ്റുകയും അതിനെ ലോകത്താകമാനം എത്തിക്കും. അപ്പോൾ ആ ടൂറിസം പ്രോഡക്റ്റാക്കി മാറ്റുമ്പോഴും അത് നമ്മൾ കാണുന്ന ഒരു പരമ്പരാഗത ശൈലിയിലുള്ള ടൂറിസമല്ല, വളരെ വികേന്ദ്രീകൃതമായി മുഴുവൻ ആളുകളിലേക്കും അതിൻ്റെ ഗുണമെത്തുന്ന രീതിയിൽ ആളുകൾക്ക്, പ്രത്യേകിച്ച് കൃഷിക്കാർക്ക്, സാധാരണക്കാരായ ആളുകൾക്ക് ഇതിൻ്റെയൊക്കെ കയ്യിലേക്ക് അവരുടെയൊക്കെ ജീവനോപാധിയെ വികസിപ്പിക്കാൻ പറ്റുന്ന, വളർത്താൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു മാറ്റമാണ് നമ്മളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഇടുക്കി എന്ന ടൂറിസം മേഖലയിൽ ഭയങ്കര കേരളത്തിൽ തന്നെയായാലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് വിനോദസഞ്ചാരം ഇഷ്ടപ്പെടുന്ന സ്ഥലമാണ്. പക്ഷേ ഇവിടെ ജീവിക്കുന്ന വ്യക്തികൾ ഇപ്പോൾ കർഷകരാണ്, വളരെ പാവപ്പെട്ടവർ. അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ വളരെ വലിയൊരു പ്രതിസന്ധിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവനുള്ള കർഷകർ. പക്ഷേ പ്രത്യേകിച്ച് ഈ ഇടുക്കി മലയോര പ്രദേശം വന്യജീവി ആക്രമണം മൂലം അവരെ കൃഷിയെല്ലാം നഷ്ടപ്പെടുന്നു എന്നൊരു പരാതി, എന്നൊരു ആകുലത അവർ ഞങ്ങളുമായി പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിഷയത്തിൽ സാർ എന്തായിരിക്കും ചെയ്യാം? അല്ല, അതിനകത്ത് ഒന്ന് കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണം. മനുഷ്യനേക്കാൾ കൂടുതൽ അവകാശങ്ങൾ മൃഗങ്ങൾ കൊടുക്കുന്ന, മനുഷ്യനേക്കാൾ കൂടുതൽ സംരക്ഷണം കാട്ടുമൃഗങ്ങൾ കൊടുക്കുന്ന ഒന്നാണ് ഇപ്പോഴത്തെ നിയമം. അപ്പോൾ ആ നിയമം ഭേദഗതി ചെയ്യണമെന്നും ആ നിയമം കാലോചിതമായി ലോകത്താകമാനമുള്ള വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പുതിയ പ്രവണതകൾക്കനുസരിച്ച് ആ നിയമത്തിൽ കാലോചിതമായ മാറ്റം ഉണ്ടാക്കണമെന്ന് കൃത്യമായി നിലപാടെടുത്തിട്ടാണ് ഞാൻ പാർലമെൻറ്റ് അംഗമായിരുന്ന സമയത്തൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇപ്പോഴും നമ്മുടെ നിലപാടാണ്. മൃഗങ്ങളുടെ എണ്ണം പെരുകിയാൽ അതനുസരിച്ച് നിയന്ത്രിക്കണം. ജനങ്ങളുടെ വാസുകളിലേക്ക് ഇറങ്ങി ആളുകളുടെ ജീവനും സ്വത്തിനും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ കൊല്ലുക തന്നെ ചെയ്യണം. അപ്പോൾ ആ തരത്തിലേക്ക് വന്യജീവി സംരക്ഷണ നിയമം 72 നിയമമാണ്. അതിനുശേഷം അതിനകത്ത് കാര്യത്തിലായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ആ മാറ്റം ഉണ്ടാവണം.
അതോടൊപ്പം തന്നെ അതുവരെ നമുക്ക് ഇടുക്കിയിലെ ആളുകൾ ഈ വിധിക്ക് വിട്ടുകൊടുത്തിട്ട് കാത്തിരിക്കാനാവില്ലല്ലോ. അപ്പം പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ MP എന്ന പദവിയുടെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സമഗ്രമായ ഒരു പദ്ധതി, ഒരു കർമ്മ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടാണ് ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഇത് വനാതിർത്തി പങ്കിടുന്ന മുഴുവൻ പ്രദേശങ്ങളെയും ജനവാസ കേന്ദ്രങ്ങളെയും അത് കൃത്യമായി സംരക്ഷിക്കും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതിയെ സംബന്ധിച്ച് അത് വിശദമായി തന്നെ പത്രസമ്മേളനങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞാൽ ഞാനത് വിശദീകരിക്കുന്നില്ല. കൃത്യമായ കർമ്മ പദ്ധതി ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ ഒരുപക്ഷെ ഇന്ത്യക്കും കേരളത്തിനും തന്നെ മാതൃകയാവുന്ന കൃത്യമായൊരു പദ്ധതി ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലാകെ നടപ്പിലാക്കും. എൻ്റെ മുൻ അനുഭവങ്ങൾ 5 വർഷം MP ആയിരുന്ന സമയത്ത് അതുപോലെ ഒട്ടനവധി പദ്ധതികൾ നമ്മൾ മുൻകൈ എടുത്ത് നടപ്പിലാക്കിയത് പിന്നീട് മാതൃകാ പദ്ധതികളായി മാറിയിട്ടുണ്ട്. ഈ പദ്ധതിയും അങ്ങനെ തന്നെ ചെയ്യും. സാർ, അതോടൊപ്പം കേരള സർക്കാർ ഈ വിഷയത്തിൽ കേരള സർക്കാരിനെതിരെ ജനരോഷമുണ്ട്. ഈ ഒരു വന്യജീവി ആക്രമണം കേരളം ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ കർഷകരെ ഒരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ പെരുമാറുന്നു എന്നതൊക്കെയായിരുന്നു കൂടുതൽ മറ്റ് ആശങ്കകൾ. സാറ് ഇപ്പോൾ ഈ ഒരു മുന്നണിയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ഈ വിഷയത്തിൽ സംസ്ഥാന ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്തി ചെയ്യും? ഞാൻ മനസ്സിലാക്കിയത് ഗുഡ്നസ് TVക്ക് രാഷ്ട്രീയമില്ലെന്നാണ്. നിങ്ങൾ വളരെ പൊളിറ്റിക്കലി പോയിൻറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഒരു ദേശത്തോടു കൂടി ചോദിക്കുമ്പോൾ ഞാനതിന് ഉത്തരം പറയുന്നില്ല. അല്ല, ജനങ്ങളുടെ ഇത് ചോദിച്ചുള്ളൂ, ഗുഡ്നസ് ടിവിയുടെ ചോദ്യങ്ങളല്ല. നമ്മൾ മറ്റൊരു വിഷയം സാറേ, ഇപ്പോൾ ഇവിടെ കാന്തല്ലൂർ എനിക്ക് തോന്നുന്നു പടിഞ്ഞാറ് ഈ ഇടുക്കി മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറ് പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിനകത്ത് ഉദ്ദേശം എനിക്ക് മനസ്സിലായി, നിങ്ങളുടെ രാഷ്ട്രീയം മനസ്സിലായി, അതുകൊണ്ട് അതിന് മറുപടി പറയാത്തത്. ഓക്കെ, അടുത്തതിലേക്ക് നമുക്ക് പോകാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ഇടുക്കി മണ്ഡലത്തിൻ്റെ പടിഞ്ഞാറ് അറ്റത്ത് കിടക്കുന്നതാണ് നമ്മുടെ കാന്തല്ലൂർ മറയൂർ പ്രദേശം. അപ്പോൾ അവിടെയുള്ള ജനങ്ങളുടെ ആശങ്ക എന്ന് വെച്ചാൽ ഒട്ടും അടിസ്ഥാനപരമായ ഒരു സൗകര്യവും അവിടെ ഇതുവരെ വന്ന് ചേർന്നിട്ടില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട അവർക്കൊരു ഹോസ്പിറ്റലില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ കളമശ്ശേരി വരെ ഓടി വരേണ്ട ഒരവസ്ഥ. അതിനപ്പുറം അവിടെ റോഡുകളുടെ വീതിയില്ലാത്തതുകൊണ്ട് തന്നെ ഇരവിപുറം നാഷണൽ പാർക്ക്, രാജമല, ഇവിടെ എല്ലാം വരുന്ന ടൂറിസ്റ്റുകൾ കാരണം ഇവർക്ക് ഒരിക്കലും ഒരു മണിക്കൂറിൻ്റെ 3 മണിക്കൂർ എത്തുന്നു. പിന്നെ ഏറ്റവും കൂടുതൽ പ്രശ്നം കർഷകരുണ്ട്. അവിടെ കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയിലാണ്. അങ്ങനെ വളരെ വേദനാജനകമായ അവസ്ഥയിലാണ് ആ ഒരു പ്രദേശം. ആ ഒരു വിഷയത്തെക്കുറിച്ച് കാന്തല്ലൂർ ഞാൻ പാർലമെൻറ്റ് അംഗമാകുന്ന സമയത്തോടെ റോഡില്ല. മൂന്നാർ മുതൽ മറയൂർ വരെയുള്ള റോഡ് BM&BC നിലവാരത്തിൽ അന്ന് MP എന്ന നിലയിലുള്ള സാധ്യതകൾ ഉപയോഗിച്ച് ഞാനും കൂടി നിർമ്മാണം പൂർത്തീകരിച്ച റോഡാണിത്. കാന്തല്ലൂരിൻ്റെ അവിടെ ഗ്രാമീണ റോഡ് വികസന രംഗത്ത് 4 റോഡുകൾ അന്ന് പാർലമെൻറ്റ് അംഗമായിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. കാന്തല്ലൂർ ഇപ്പോൾ അവിടെ കാന്തല്ലൂർ ഒരു PHC ഉണ്ട്, മറയൂർ ഒരു PHC ഉണ്ട്. അത് ഫാമിലി ഹെൽത്ത് സെൻ്ററായി വരുത്തിയിട്ടുണ്ട്. അവിടെ അടിസ്ഥാനപരമായ സൗകര്യങ്ങൾ അവിടെയുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഒരു പ്രാഥമികമായി ആ സൗകര്യങ്ങളുണ്ട്. പിന്നീട് ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൗകര്യം മറയൂരില്ല എന്നുള്ളത് സത്യമാണ്. അതവിടെ ഉണ്ടാവേണ്ടതാണ്. അവർക്ക് ആ സൗകര്യം ലഭ്യമാക്കേണ്ടതാണ്. അവിടെയൊന്നും മാത്രമല്ല, ഇടുക്കിയുടെ എല്ലാ ഭാഗത്തും ആരോഗ്യരംഗത്ത് അതുപോലത്തെ പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇപ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജ്, അത് കൃത്യമായി ഇടുക്കി മെഡിക്കൽ കോളേജ് അതിൻ്റെ ഒരു ആദ്യഘട്ടം ഞാൻ പാർലമെൻറ്റ് അംഗം എന്ന നിലയിൽ വലിയ താല്പര്യമെടുത്ത് നമ്മളും കൂടി തുടങ്ങി വെച്ചതാണ്. അതതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അതിൻ്റെ തുടർച്ചയിൽ അതിൻ്റെ ജില്ലാ ആശുപത്രി നെടുങ്കണ്ടത്ത് തുടങ്ങാൻ പോകുന്നു. സ്വാഭാവികമായി അതനുസരിച്ചിട്ടുള്ള ആരോഗ്യ മേഖലയിലെ വികസനം അവിടെ ഉണ്ടാവും. അവിടെ ഇപ്പോൾ ചിത്തിരപുരത്ത് താലൂക്ക് ആശുപത്രി അടിമയിലാണുള്ളത്. പക്ഷേ നമ്മൾ മൂന്നാറിൽ കുറച്ചുകൂടി സൗകര്യമുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ സൗകര്യം അത് ചിത്തിരപുരത്തോ ദേവികുളത്തോ തുടങ്ങുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ MLAയുടെ നേതൃത്വത്തിൽ ആ പ്രവർത്തനം നടക്കുകയാണ്. അപ്പം മറയൂർ, കാന്തല്ലൂർ മാത്രമല്ല വട്ടവടി ഉൾപ്പെടെ ഉൾപ്രദേശങ്ങളിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഒട്ടനവധി പ്രതിസന്ധികളുണ്ട്. അത് പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിൽ തന്നെയാണ് നമ്മൾ. മറ്റൊരു വിഷയം കോതമംഗലം. ഇടുക്കി രൂപ ഇത്ര പാസ്റ്റ് ആയതുകൊണ്ട് ഒരു ചോദ്യം കൂടി. കോതമംഗലത്തുള്ള കല്ലേലിമേട് എന്ന് പറയുന്ന സ്ഥലം, ഇത് വളരെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമായി. അത് കറണ്ടില്ല. ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും അവർക്ക് കറണ്ടില്ല, റേഞ്ചില്ല, പാലമില്ല, വാഹനം എത്താൻ ഒരു 10,000-ഓളം കുടുംബങ്ങൾ അവിടെ ഒഴിഞ്ഞു പോകേണ്ട അവസ്ഥയിലേക്ക് ഭീഷണിയിൽ എത്തിയിരിക്കുകയാണ് അവിടുത്തെ ജനങ്ങൾ. കല്ലേലിമേട്ടിൽ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ട്. അവിടുത്തെ ജനങ്ങൾ കല്ലേലിമേടിൻ്റെ മുകളിലുള്ള കുടികൾ ഇപ്പോൾ അവിടെ കേബിൾ ഇട്ടിട്ട് കറണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ആദിവാസി കുടികളിലേക്ക് കറണ്ട് എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞു തീർക്കട്ടെ, കറണ്ട് എത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾ അതിനകത്ത് ബാക്കി അവിടെ കാർഷിക മേഖലയിൽ കറണ്ട് കൊടുപ്പിക്കുന്നതിനുള്ള ശ്രമത്തിലാണ്. കല്ലേലിമേട്ടിലെ ആളുകൾക്ക് പട്ടയില്ലായിരുന്നു. അപ്പോൾ അതിന് പട്ടയം കൊടുക്കുന്നതിനുള്ള നടപടികൾ ഒരു ഘട്ടത്തിലെത്തിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് നമ്മൾ ലാൻഡ് അസൈൻമെൻറ്റ് ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഒരു 2014 നമ്മളൊക്കെ പാർലമെൻറ്റ് മെമ്പർ ആയതിനു ശേഷം ഞങ്ങളെല്ലാവരും വളരെ തോതിൽ കഷ്ടപ്പെട്ടും ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തുന്ന പരിപാടികളാണ്. അത് അവിടുത്തെ ആളുകൾക്ക് ബോധ്യമുണ്ട്. ബാക്കി പിന്നീട് അവിടെ വേണ്ടത് മ്ലാവന പാലമാണ്. ആ പാലവുമായി ബന്ധപ്പെട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തടസ്സമാണ് അവിടെ ഉള്ളത്.
ആ വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് അത് നിൽക്കുമ്പോഴും അങ്ങോട്ടുള്ള റോഡ് ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്ത് ഏതാണ്ട് ഒരു വാഹന ഗതാഗതം യോഗ്യമാക്കിയിട്ടുണ്ട്. ആദിവാസി കുടികളിൽ ഞാൻ പറഞ്ഞല്ലോ, ആദിവാസി കുടികളിൽ കറണ്ട് എത്തിയിട്ടുണ്ട്. ബാക്കി ടെലിഫോൺ റേഞ്ചുമായി ബന്ധപ്പെട്ട് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് അവിടെ ഇപ്പോൾ 3 ടവറുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് പൂർത്തീകരിക്കുന്നതോടെ ആ വിഷയം പരിഹരിക്കും. അവിടെയും അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട്. ആ വിഷയം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളും കൂടി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ഇടപെടേണ്ടതെന്നുള്ള വിനീതമായ അഭിപ്രായം എനിക്കുണ്ട്. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള ഈ ഒരു പര്യടനം തുടരുമ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി രൂപതയിലെ KCYM യുവജന നേതാക്കൾക്കൊപ്പമാണ്. ആദ്യമായി നമ്മൾ KCYM രൂപതയുടെ പ്രസിഡൻ്റായ ജെറിൻ്റെ അടുത്തേക്ക്. ജെറിൻ, നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ ചൂടോടുകൂടി അടുത്തിരിക്കുകയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി രൂപതയെ സംബന്ധിച്ചുള്ള ഇടുക്കി ലോക്സഭാ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ യുവജനങ്ങൾ, നിങ്ങൾ KCYM ആയതുകൊണ്ട് തന്നെ യുവജനങ്ങളായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഈ ഒരു മേഖലയിൽ നമ്മുടെ സ്ഥാനാർത്ഥികളായാലും അവർ ശ്രദ്ധിക്കേണ്ട മേഖല ഏതൊക്കെയാണ്? നിങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ എന്താണ്? ഇടുക്കി ഹൈ റേഞ്ചിനെ സംബന്ധിച്ചിടത്തോളം കുടിയേറ്റത്തിൻ്റെ ഒരു മണ്ണാണ് യഥാർത്ഥത്തിൽ പറയുക. പക്ഷേ ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് കുടിയിറക്കമാണ്. അത് പല കാരണങ്ങൾ കൊണ്ടാവാം. തൊഴിലില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിൽ അവർ ആഗ്രഹിക്കുന്ന ഒരു കോഴ്സിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ പറ്റാത്തത് കൊണ്ടൊക്കെ ആവാം അവരങ്ങനെ കുടിയിറക്കം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് പോകുന്നതെന്ന് തോന്നുന്നു. കാരണം പോകുന്നവരാരും തിരിച്ചു വരുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. പക്ഷേ നമ്മുടെ നാടിനെ സംബന്ധിച്ച് പണ്ട് നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലും അതുപോലെയുള്ള മേഖലകളിൽ തൊഴിൽ നേടി അതിനുള്ള സാമ്പത്തിക റിസോഴ്സ് പിന്നീട് ഇങ്ങോട്ട് കൊണ്ടുവന്ന് മെച്ചമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറി ഇപ്പോൾ പോകുന്നവർ അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നൊരു സാഹചര്യമാണ്. ഇപ്പോൾ നമുക്ക് റീസെൻ്റായിട്ട് നമുക്കറിയാം, തിരുവനന്തപുരത്തൊക്കെ ഈ PSC വഴി ഇടുക്കിയിൽ നിന്നും ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ KCYയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ അത്തരത്തിൽ റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും തൊഴിൽ നേടാത്തൊരു സാഹചര്യം. ഞങ്ങൾ മനസ്സിലാക്കുന്ന ഇടുക്കി പോലുള്ളൊരു ലോകസഭാ മണ്ഡലത്തിൽ ടൂറിസത്തിന് അത്രമാത്രം സാധ്യതയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരുപാട് ഉന്നത കോഴ്സുകൾ ഇവിടെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ ഈ MPമാർ കൃത്യമായിട്ട് ഒന്ന് ഫോക്കസ് ചെയ്യേണ്ടതുണ്ട്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം ഇപ്പോഴും ഒരു കറൻ്റ്ലി ആ ഒരു പഴയ പരമ്പരാഗത സ്റ്റൈലിൽ തന്നെ നിൽക്കുന്നതാണ്. ഇത്തരം നല്ല നല്ല കോഴ്സുകൾ തേടി ഇവിടുന്ന് ഒരുപാട് കുട്ടികൾ അന്യദേശത്തേക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. അതുപോലൊപ്പം തന്നെയാണ് സംരംഭകത്വം. അപ്പോൾ ഓൺട്രപ്രണർഷിപ്പിന് കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് എല്ലാ മേഖലയിൽ നിന്നും കൊടുക്കണം. അതെന്തുകൊണ്ട് അവരതിനു വേണ്ടി, അതായത് ഒരു സംരംഭത്തിലേക്ക് പോകുമ്പോൾ അത് സർക്കാർ മേഖല ഉണ്ടാകുന്ന കൈക്കൂലികൾ ഭയന്നാവാം, അല്ലെങ്കിൽ ഇതേ തുടർന്നുണ്ടാകുന്ന ഇവർക്ക് ഇവിടെ നിലനിൽക്കുവാൻ ഇവരാഗ്രഹിക്കുന്ന ഒരു ജീവിതം ഡെവലപ്പ് ചെയ്തെടുക്കുവാനുള്ളൊരു സാഹചര്യം അവർക്ക് തീരെ ലഭിക്കുന്നില്ല. അത്തരത്തിലുള്ളൊരു ഇൻഫ്രാസ്ട്രക്ചർ ഇവരുടെ ഇടയിൽ, ഞാൻ പറയാം, മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇടുക്കിയിൽ വളർന്നു വരുന്നു എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരു പെട്ടെന്നുള്ള റോഡുകളായാലും മറ്റ് കാര്യങ്ങളായാലും, പക്ഷേ വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ അവരാഗ്രഹിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള കുറച്ച് ഉയർച്ച കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ കോഴ്സുകളുണ്ടാകുന്ന മാറ്റങ്ങളാവാം, അല്ലെങ്കിൽ നല്ല നല്ല ക്യാമ്പസുകൾ ഇടുക്കിയിലേക്ക് വരുന്നതാവാം. അപ്പോൾ അത്തരത്തിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ വിദേശത്തേക്ക് പോകുന്നത് തൊഴിലില്ലായ്മ നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നുണ്ടോ? തൊഴിലില്ലായ്മ വലിയ പ്രശ്നമുണ്ടോ യുവജന സംബന്ധിച്ചിടത്തോളം? അതായത് തൊഴിലില്ലായ്മ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ പഠിച്ച് പാസ്സായ കോഴ്സിനനുസരിച്ചുള്ള വേതനം ലഭിക്കാത്ത രീതിയിലേക്ക് തൊഴിൽ മാറിയിരിക്കുന്നു. ഈ ഒരു യുവജനങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ KCYM ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങളിപ്പോൾ പുതുതായിട്ട് ആലോചിക്കുന്ന ഒരു പദ്ധതി കൂടിയാണ്. ഇത്തരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃഷിയിൽ നിന്നും പുതിയ ഔട്ട്പുട്ടുകൾ കണ്ടെത്തി അതിനെ ഏത് രീതിയിൽ മാർക്കറ്റ് ചെയ്ത് യുവജനങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈൻ മേഖലകളിൽ ഈ പറയുന്ന പോലെ കുരുമുളക് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് സ്മോൾ എമൗണ്ടിൽ കളക്ട് ചെയ്ത് ഓൺലൈൻ വഴി മാർക്കറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കുട്ടികൾക്ക് അത് വലിയ വരുമാന മാർഗ്ഗമാണ്, പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അങ്ങനെ സംരംഭം കൂടുതൽ കൊണ്ടുവരണം. അതോടൊപ്പം നമ്മളിപ്പോൾ നാളെ നടക്കാൻ പോകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമുണ്ട്, CA CMA CC, അതുപോലുള്ള ജോലി സാധ്യതയുള്ള പ്രൊഫഷണൽ കോഴ്സുകളിൽ കുറച്ചുകൂടി കുട്ടികൾക്ക് പ്രാധാന്യം കൊടുത്ത് എങ്ങനെയെങ്കിലും അവരെ ഇവിടെ തന്നെ ഒന്ന് നിലനിർത്താനുള്ള ഒരു സാഹചര്യത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് കൂടുതൽ താല്പര്യം. നമസ്കാരം. ഇപ്പോൾ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഇടുക്കിയെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം എന്ന് പറയുന്നത്. ഇപ്പോൾ കർഷക ആൾക്കാർ നമ്മൾ യുവജനങ്ങൾ കടന്നു വരുന്നില്ല എന്ന് പറയുന്നതിനകത്ത് കാരണം തന്നെ അതുകൊണ്ട് തന്നെയാണ്. കാരണം തൻ്റെ കാരണവന്മാർ രാവിലെ 4 മണിക്ക് എണീറ്റ് റബ്ബർ വെട്ടി അല്ലെങ്കിൽ ആ വിളകൾ പരിപാലിച്ച് കടന്നു വരുമ്പോൾ
പിറ്റേ ദിവസം രാവിലെ ചെല്ലുമ്പോൾ അതെല്ലാം നശിപ്പിച്ചിട്ടേക്കുന്ന ഒരു സ്ഥിതിവിശേഷം കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം വന്നു കഴിയുമ്പോൾ അതിന് പറ്റിയ സബ്സിഡികളോ അല്ലെങ്കിൽ ആ നശിച്ചു പോയതിനൊരു പരിഹാരമോ ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് കിട്ടാതെ വരുമ്പോൾ പിന്നെ എങ്ങനെ യുവജനങ്ങൾ അതിനകത്ത് കടന്നു വരും? അത് ചോദ്യചിഹ്നമായി നിൽക്കുന്ന കാര്യം. അപ്പോൾ ഈ വന്യജീവി ആക്രമണം എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ കാരണവന്മാർ കുടിയേറി ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ പോലും ഇല്ലാത്ത ഒരു വന്യജീവി ആക്രമണമാണ് ഇപ്പോൾ ഇവിടെ കടന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഈ വനംവകുപ്പിനെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ പേടിയായിരിക്കുകയാണ്. കാരണം തൻ്റെ കൃഷിയിടത്തിലേക്ക് കടന്നു വരുന്ന ഒരു മൃഗത്തിനെ ഒന്ന് വാഗൊണ്ട് പോലും ഒന്ന് പറഞ്ഞ് ഓടിച്ചു വിടാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ, അതുപോലെ പേടിയാക്കിയിട്ടിരിക്കുക. അതുതന്നെയാണ് വനംവകുപ്പ് കഴിഞ്ഞ ദിവസം ഒരു പനത്തോട്ടത്തിൽ ഒരു ആന ഇറങ്ങി വന്നപ്പോൾ അവർക്ക് കിട്ടിയ ആയുധം പറഞ്ഞാൽ ഓടമടല. ആ ഓടമടലോട് അടിച്ചാണ് അവരെ പേടിപ്പിച്ച് വിടുന്നത്. അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഈ പറയുന്ന RR ടീമിനെ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിന്യസിക്കുവാൻ താമസങ്ങൾ ഒരുക്കിയത് തന്നെയാണ് ഇതുപോലുള്ള വന്യജീവി ആക്രമണത്തിൽ ഒരുപാട് ജീവനങ്ങൾ പൊലിഞ്ഞു പോകുന്ന സാഹചര്യം. അവിടെയാണെങ്കിൽ ഇപ്പോഴും നഷ്ടപരിഹാരം കൊടുത്തു തീർത്തിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ ഇവിടെ സൂചിപ്പിച്ച പോലെ യുവജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയുന്നത് CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ നിൽക്കുന്ന ഈ റാങ്ക് ലിസ്റ്റ് നിൽക്കുന്നതോടൊപ്പം തന്നെ അടുത്തൊരു റാങ്ക് ലിസ്റ്റ് കടന്നു വരികയും ആ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഞാനിപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം പരിശോധിക്കുന്നത് എന്താ, ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ വർഷം അത്ര ആൾക്കാർക്ക് ജോലി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ 140ഓളം യുവജനങ്ങൾക്ക് ജോലി കൊടുത്ത സ്ഥിതിക്ക് എൻ്റെ റാങ്ക് ലിസ്റ്റ് 70ഓളം നിൽക്കുകയാണ്. ആ 70 റാങ്ക് ലിസ്റ്റ് നിന്നിട്ട് അപ്പോൾ എനിക്ക് കോൺഫിഡൻ്റ് ആണ് കിട്ടുമെന്നുള്ളത്. അപ്പോൾ തന്നെ എന്നെ ചെയ്യും, എൻ്റെ കൂട്ടുകാരും എൻ്റെ നാട്ടുകാരും ഫ്ലെക്സ് അടിച്ച് വയ്ക്കും, റാങ്ക് ലിസ്റ്റ് പേര് കിട്ടി, സർക്കാർ പാറത്തോട്ട് അല്ല എൻ്റെ നാട്ടിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്നു, സർക്കാർ ജോലി കിട്ടി, അഭിനന്ദനങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ സെറ്റപ്പാണ് നിൽക്കുന്നു. എന്നിട്ട് ആ റാങ്ക് ലിസ്റ്റ് തീരാൻ ഇനി പുസ്തകങ്ങൾ മാത്രം. എന്നിട്ടും ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ജോലി കിട്ടാനില്ല എന്നുള്ളൊരു പ്രതീക്ഷ വന്നു കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത് മണ്ണ് തിന്നുന്ന അവസ്ഥ, ഏറ്റവും അതിക്രമിച്ച പ്രതിഷേധ പരിപാടികളിലേക്ക് CPO പോയി. എത്ര യുവജനങ്ങൾക്കാണ് ആ ഒരു സങ്കടാവസ്ഥ ഉണ്ടായത്? ഇതിന് പരിഹാരം ഉണ്ടാകും. ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലൂടെയുള്ള നമ്മളുടെ പര്യടനം തുടരുകയാണ്. കോതമംഗലം രൂപതയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിലാണ്. കോതമംഗലം രൂപതയുടെ അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. കോതമംഗലം രൂപതയിലെ വിശ്വാസികളുടെ വേദനയിലും ദുഃഖത്തിലെല്ലാം പ്രത്യേകം നേരിട്ട് പങ്കുചേരുന്ന ഒരു പിതാവാണ് ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവ്. പിതാവെ നമസ്കാരം, സ്തുതിയായിരിക്കട്ടെ. പിതാവെ, നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ വളരെ അടുത്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിൽ നമ്മുടെ കോതമംഗലം രൂപതയുടെ പ്രത്യേക രാഷ്ട്രീയ നിലപാടുകളോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? പ്രത്യേക രാഷ്ട്രീയ നിലപാടൊന്നുമില്ല. അത് ജനങ്ങളുടെ മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ ജനാധിപത്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ നാട്ടിൽ സുരക്ഷിതമായിട്ട് ഭയരഹിതമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുവാൻ പറ്റുന്ന സാഹചര്യം ഉളവാക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ നാട്ടിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഇന്ന് നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. ഒന്നാമതായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഞങ്ങൾ നേരിടുന്ന പ്രശ്നം ഈ വന്യമൃഗങ്ങളുടെ ശല്യമാണ്. കാർഷിക മേഖലയാണ് ഈ പ്രദേശം എന്നുള്ളത് പറയാം. അപ്പം അങ്ങനെയാകുമ്പോൾ ഈ കാർഷിക മേഖലയിൽ ഒന്ന് കൃഷി ചെയ്താൽ ഫലങ്ങൾ കിട്ടുന്നില്ല. കാരണം കൃഷി ചെയ്ത് കുറേ കഴിയുമ്പോഴത്തേക്കും വന്യമൃഗങ്ങൾ വന്നതെല്ലാം നശിപ്പിക്കുന്നു. രണ്ട്, എന്തെങ്കിലും ഫലം കിട്ടിയാൽ പോലും കാർഷിക വിളകൾക്ക് വിലയില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളൊരു സാഹചര്യം ഉളവായിരിക്കുകയാണ്. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിക്കുന്നൊരു കാര്യം, ഇവിടെ നിന്ന് കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കാൻ ഒരു ഭാവി ഇല്ല എന്നുള്ള ആ ചിന്തയാണത്. അങ്ങനെ പോകുന്ന കുട്ടികൾ വാസ്തവം പറഞ്ഞാൽ നമ്മുടെ മാനവശേഷി ഒത്തിരി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് ബോധമുള്ള അല്ലെങ്കിൽ ബോധ്യമുള്ള ഒരു ഭരണം ഉണ്ടാകണം ഇവിടെ. അതുകൊണ്ട് നമ്മൾ ഏത് പാർട്ടി എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു ഭരണ സംവിധാനം ഇവിടെ ഉണ്ടാകണം. അതിന് ഈ ഇലക്ഷൻ സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങളോട് എല്ലാവരോടും പറയണം, നിങ്ങൾ വോട്ട് ചെയ്യണം. കാരണം അത് ഓരോ പൗരൻ്റെയും
കടമയാണ്, അവകാശമാണ്. അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. എല്ലാവരും വോട്ട് ചെയ്യണം. പാർട്ടി ഏതാണെന്ന് ഞാൻ പറയില്ല, അത് ജനങ്ങൾ തീരുമാനിക്കണം. പക്ഷേ ജനങ്ങൾക്കിവിടെ സ്വതന്ത്രമായിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും പ്രത്യാശയോടെയും ജീവിക്കാനുള്ള സാഹചര്യം ഉളവാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നമുക്ക് വാസ്തവം പറഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമ്മുടെ നാട് ദൈവത്തിൻ്റെ നാട്, സ്വന്തം നാടെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പം അത് പറയാൻ സാധിക്കുമോ? എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ ഒത്തിരി നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട് രക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ട്, പക്ഷേ ഇവരാരും രക്ഷിച്ചിട്ടില്ല ഇതുവരെ. അപ്പം അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ദൈവത്തിന് മാത്രമേ ഈ നാടിന് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ പ്രയോഗം ശരിയാണ്. സ്വന്തം നാടെന്നുള്ളത് ദൈവത്തിന് സ്വന്തമായിട്ട് നാട് ദൈവത്തിന് മാത്രം രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഏത് മതവിശ്വാസിക്കും സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ സാധിക്കണം. ദൈവവിശ്വാസത്തോടെ സന്തോഷത്തോടെ ഏത് മതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല പ്രധാനപ്പെട്ട കാര്യം. ഏത് മതത്തിൽ വിശ്വസിച്ചാലും അവർ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ പദ്ധതി മനസ്സിലാക്കി മനുഷ്യർക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. അപ്പം നമ്മൾ ബൈബിളിൽ പറയുന്നുണ്ട് ദൈവസ്നേഹവും പരസ്നേഹവും എന്നുള്ളത്. അത് പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ഈ നാട് നന്നാവും. നാടിന് പ്രശ്നമൊന്നും ഉണ്ടാകുകയില്ല. നാടിന് പ്രശ്നമല്ല, ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ശരിയായി ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം അതുകൊണ്ട് പുതിയ ഭരണ സംവിധാനം വരുമ്പോൾ ഒന്ന്, നമ്മുടെ ഭരണഘടന സംരക്ഷിക്കപ്പെടണം. ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ്, മതേതരത്വം. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആ മതം പ്രഘോഷിക്കുവാനുമുള്ള അവകാശമുണ്ടാകണം. പണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ മതവിശ്വാസികളെല്ലാം വളരെ സ്നേഹത്തോടെ സൗഹാർദ്ദം ജീവിച്ച സാഹചര്യമുണ്ട്. പക്ഷേ ഇന്ന് പല സ്ഥലത്തും ഈ മതഭീകരവാദം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾക്കേറെ ദുരിതമുണ്ടാക്കുന്ന സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് മതഭീകരവാദത്തെ ഒരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. രാഷ്ട്രീയ ഭീകരവാദത്തെയും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുകയില്ല. അത് സമാധാനത്തോടെ ജീവിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട്. പക്ഷേ അത് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അത് നമുക്ക് തിരിച്ചു പിടിക്കണം. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഈ നാട്ടിൽ സന്തോഷമായിട്ട് സ്വതന്ത്രമായിട്ട് സമാധാനമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യം ഉളവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിതാവേ, അതോടൊപ്പം തന്നെ നമ്മുടെ ഈ കോതമംഗലം രൂപതയിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശങ്ക നിറഞ്ഞൊരു ഇതിലൂടെ പോവുകയാണ്. ഒപ്പം പ്രതിസന്ധി കുടിയിറക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ്. മിക്ക ഇടങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഒഴിഞ്ഞു പോകുന്നു. കല്ലേലിമേട് എന്ന് പറയുന്ന ഒരു സ്ഥലവും മാമലക്കണ്ടവും അതോടൊപ്പം തന്നെ ആ ഒരു പൂയംകുട്ടി മേഖലകളെല്ലാം ഈ രൂപതയിൽപ്പെടുന്ന വിശ്വാസികളാണ്. പിതാവ് സർക്കാർ ചെയ്തതിന് മുമ്പ് തന്നെ പിതാവ് ഈ ഒരു കാർഷിക മേഖലയിൽ കർഷകർക്കൊക്കെ രൂപതയിൽ നിന്ന് സഹായമൊക്കെ നേരിട്ട് എത്തിച്ചിട്ടുള്ളതാണ്, അവരുടെ ദുരിതവും ദുഃഖമൊക്കെ കണ്ടിട്ട്. ഈ ഒരു വിഷയം ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയൊരു മീൻസ് ഇടുക്കി മണ്ഡലത്തിൽ അതൊരു ചർച്ചാ വിഷയമാകേണ്ടതല്ലേ? ഇടുക്കി മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും തന്നെ ഈ കാർഷിക മേഖലയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ കാർഷിക മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിക്കുണ്ട്, ആരാണെങ്കിലും. അങ്ങനെ സാധിക്കാത്ത വ്യക്തി ഇവിടെ വിജയിക്കില്ല എന്നുള്ളതാണ്. ആരാണെങ്കിലും നമുക്ക് കുഴപ്പമില്ല. പക്ഷേ ജനങ്ങൾക്ക്, കർഷകർക്ക് ഇവിടെ ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉളവാക്കണം. അതോടൊപ്പം തന്നെ നമ്മളിവിടെ രൂപതയിൽ നിന്നും പല കാര്യങ്ങൾ ചെയ്തു. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഈ വന്യമൃഗങ്ങളുടെ ആ പ്രശ്നമുണ്ടായപ്പോൾ ഒരാൾ ഇവിടെ ആന ചവിട്ടിക്കൊന്നു. പിന്നെ മറ്റ് പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളതാണ്. ഒരു റാലിയൊക്കെ നടത്തി നമ്മൾ ഏതാണ്ട് 10,000-ൽ കൂടുതൽ ആളുകൾ ആ റാലിയിൽ പങ്കെടുക്കുവാൻ വന്നു. അത് അവർ സ്പോണ്ടേനിയസായിട്ട് വന്നതാണ്. കാരണം അവരുടെ ബുദ്ധിമുട്ട് അവർ തന്നെ അനുഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രയും പേര് വന്നത്. അതിനുശേഷം ഞാൻ പല സ്ഥലങ്ങളിലും അവരുടെ ദുഃഖങ്ങളും വേദനകളും അറിയാനായിട്ട് പോയി. അത് മനസ്സിലാക്കുവാൻ സാധിച്ചു. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. 10-70 വർഷമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്നും അവരിറങ്ങിപ്പോകണമെന്നുള്ള ഒരു കാര്യം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ പണ്ടത്തെ ചരിത്രം ഓർക്കുകയാണ്. പണ്ട് ഈ കൊളോസിയം, റോമിലുള്ള കൊളോസിയത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് അവിടെ ഈ പീഡിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആഹ്ലാദിക്കാനായിട്ട് ഈ വന്യമൃഗങ്ങളുടെ ഇടയിലേക്ക് ആളുകളെ ഇറക്കി വിടുമായിരുന്നു. അതൊരു വിനോദമായിരുന്നത്, രാജാക്കന്മാർക്കുള്ള വിനോദമൊക്കെ ആയിരുന്നത്. ഇന്ന് ഞാൻ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജനങ്ങളുടെ ഇടയിലേക്ക് മൃഗങ്ങളെ ഇറക്കി വിടുകയാണ്. ഇതും കുറച്ചുപേർ ആനന്ദിക്കുന്നുണ്ടാകും, എനിക്കറിയില്ല. പക്ഷേ അത് തീർച്ചയായിട്ടും വലിയ ഒരു പ്രശ്നമാണ്.
ജനങ്ങളുടെ ഇടയിലേക്ക് മൃഗങ്ങൾ വന്നോട്ടെ, എന്നിട്ട് തനിയെ ആൾ ഇറങ്ങിപ്പോക്കോട്ടെ. അത് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഈ ഇവിടെ വനപാലകരെന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഉത്തരവാദിത്വം എന്താണെന്ന് വെച്ചാൽ വനം സംരക്ഷിക്കുക, വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. എവിടെ സംരക്ഷിക്കണം? കാട്ടിൽ സംരക്ഷിക്കണം. നാട്ടിലേക്ക് ഇറക്കി വിടുക എന്നുള്ളതല്ല. ഇന്ന് പലരും ചെയ്യുന്നത് ഇവരാവും നോക്കാതെ നാട്ടിലേക്ക് മൃഗങ്ങൾ ഇറങ്ങി വരുന്നു, അതിനെ തടയുവാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല. തന്നെയുമല്ല, ഈ ആളുകൾ അവരുടെ അധിവാസ മേഖലയിൽ നിന്നും ഇറങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയാണ്. എന്നിട്ട് കാടിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിക്കുവാനുള്ള ഒരു ഗൂഢതന്ത്രം ഇപ്പോൾ നടക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രദേശത്തൊക്കെ ഉണ്ടത്. ഉദാഹരണം പറഞ്ഞാൽ 2-3 ഇടവകളിൽ ഞാൻ പോയപ്പോൾ അവർ പറഞ്ഞതാണ്, ഫോറസ്റ്റുകാർ പറഞ്ഞു നിങ്ങൾക്ക് 15 ലക്ഷം രൂപ തരാം. 10 സെൻറ്റ് ഉള്ളവനും 2 ഏക്കർ ഉള്ളവനും ഒരേപോലെ തന്നെ. ആദ്യം 7 ലക്ഷം കൊടുക്കും, പിന്നീട് ബാക്കിയുള്ളത് തരാം. പിന്നീട് ബാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആധാരം ചെയ്ത് കഴിയുമ്പോൾ, ആധാരം ചെയ്യണം നിർബന്ധമില്ല, അവരുടെ ഭൂമിയായി പോയില്ലേ. അപ്പം അതുകൊണ്ട് ഇത് വലിയ തന്ത്രമാണത്. ഉദാഹരണം പറഞ്ഞാൽ കൈതപ്പാറ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ 150ഓളം കുടുംബങ്ങളുണ്ടായിരുന്നു. ഇപ്പം 50-60 കുടുംബങ്ങളേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇറങ്ങിപ്പോകുന്നു. ഇനിയും ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ. അതുപോലെ തന്നെ കല്ലേലിമേട്, അതുപോലെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും ഈ പ്രശ്നങ്ങളുണ്ട്. പൂയംകുട്ടി, അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആളുകളെ ഏതെങ്കിലും രീതിയിൽ ഇറക്കി വിട്ട് വനവിസ്തൃതി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ടാർഗറ്റ്. ഇത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം ജനങ്ങൾക്ക് ജീവിക്കുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക എല്ലാ ഗവൺമെൻറ്റുകളുടെ ഉത്തരവാദിത്വമാണ്. അത് നിർവഹിച്ചാൽ മാത്രമേ ഈ നാട് നന്നാകുകയുള്ളൂ. ഒന്നത്. 2, വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതിന് പുല്ല് വേണം, അല്ലെങ്കിൽ തീറ്റ വേണം, അല്ലെങ്കിൽ വെള്ളം വേണം. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം വനപാലകർക്കാണ്, സാധാരണ മനുഷ്യർക്കല്ല. അപ്പോൾ അത് കിട്ടാതെ വരുമ്പം നാട്ടിലേക്ക് ഇറങ്ങും. ഒന്നത്. 2, ഇതിൻ്റെ സംഖ്യ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുന്നു. പരിഷ്കൃത രാജ്യങ്ങളിലൊക്കെ ഇത് ചെയ്യുന്നത് അവരുടെ നമ്പർ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അപരിഷ്കൃത രാജ്യങ്ങളെപ്പോലെ നമ്മൾ ജീവിക്കുന്നു ഇവിടെ. കാരണം ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ കുറേ കപട കപട പരിസ്ഥിതിവാദികൾ, കപട മൃഗസ്നേഹികൾ. പക്ഷേ ഇവരൊന്നും മൃഗത്തിനടുത്ത് പോകാറില്ല, പരിസ്ഥിതി ഇങ്ങനെ പ്രശ്നമുള്ളിടത്ത് പോകാറില്ല. അവർ വലിയ വലിയ ഹോട്ടലിലിരുന്നൊക്കെയാണ് തീരുമാനം എടുക്കുന്നത്. ഇത് നാടിന് നാശം ഉണ്ടാക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സാഹചര്യമുള്ളപ്പോൾ ഈ സാഹചര്യങ്ങളെ നേരിടുവാൻ പറ്റിയ ആളുകൾ ഭരണത്തിൽ വരണം. നമ്മുടെ ഉദ്ദേശം അതാണ്. അതുകൊണ്ട് ഈ നാട്ടിൽ ദൈവത്തിന് സ്വന്തം നാടെന്ന രീതിയിലേക്ക് തിരിച്ചു വരുവാനുള്ള ആ ഒരു വലിയ ദൗത്യം ഈ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കുണ്ട്. ഇന്ന് നാട്ടിൽ സമാധാനത്തോടെ ജീവിക്കുവാനായിട്ട്, ഏത് മതത്തിൽ വിശ്വസിച്ചാലും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള, പരസ്പരം സ്നേഹിച്ച് സഹായിച്ച് സഹകരിച്ച് മുന്നോട്ട് പോകുവാനുള്ളൊരു സാഹചര്യം ഇവിടെ സംജാതമാകണം. അതിനുള്ള മാർഗമായിട്ടാണ് ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ കാണേണ്ടത്. ഈ തിരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ഭരണഘടന അത് സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഇവിടെ ജീവിക്കുവാനുള്ള അവകാശം എല്ലാവർക്കും ലഭിക്കത്തക്ക വിധത്തിൽ നല്ല രീതിയിൽ ഭരണം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. മറ്റൊരു കാര്യം ഇതാ, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഇഷ്യൂ കൊണ്ടുവരേണ്ടതും. ഈ സമയത്ത് പോലും നമ്മുടെ ഇടത് വലത് മുന്നണികൾ, 3 മുന്നണികളായാലും പരസ്പരം കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു വിഷയത്തിൽ സംസ്ഥാനം കേന്ദ്രത്തെ കുറ്റപ്പെടുത്തുന്നു, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റപ്പെടുത്തുന്നു, ഒരു മുന്നണി രണ്ടുപേരെയും കുറ്റപ്പെടുത്തുന്നു. ഈ ഒരു അവസ്ഥയിലാണ് ഇപ്പോഴും ഈ ഒരു ചർച്ച, ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ പോലും ഈ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാനാർത്ഥികളായാലും കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ മാറ്റം വരുത്തണ്ടേ? ഇതിൽ മാറ്റം വരണം. കാരണം രാഷ്ട്രീയക്കാർ ഇപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. കാരണം അവർ അവരുടെ അണികളെ കൂട്ടുവാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യും, ഏത് രീതിയിലുള്ള മാർഗവും ഉപയോഗിക്കും അവർ. അപ്പം പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് ആർക്കും, ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഇല്ല. നമ്മൾ ജനാധിപത്യത്തിൽ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യുവാനുള്ള ആ ഒരു സാഹചര്യവും ഉണ്ടാകണം. രാഷ്ട്രീയ പാർട്ടികൾ ഇതിനോട് എത്രമാത്രം അനുകൂലമായിട്ട് പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും രാഷ്ട്രീയ പാർട്ടികൾ പിരിവ് നടത്തുന്നു. ആ പിരിവ് നടത്തുന്നത് അവരുടെ സ്വന്തം ഇഷ്ടം പോലെ ചെലവഴിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യം, ഇപ്പം നമുക്കറിയാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യമൊക്കെ അറിയാമല്ലോ. ഇതൊക്കെ നടന്ന് പിന്നീട് നമ്മൾ അറിയുന്നതൊക്കെ ആദ്യം നമുക്കറിയില്ലായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിനകത്ത് പങ്കുകാരാണ്. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ
അവരുടെ അണികളെ വളർത്താനും അവരുടെ ടാർഗറ്റ് നേടാനുമാണ് നോക്കുന്നതെന്നുള്ളതാണ്. സാധാരണ ഒരു നാട്ടിൽ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അവർ ജനനന്മയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കണം. അത് ഭരണപക്ഷവും പ്രതിപക്ഷമായിക്കോട്ടെ, നാടിൻ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് അവർ സാധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം എന്നുള്ളത് പ്രഹസനമായിത്തീരും. ക്രൈസ്തവ സഭയെ സംബന്ധിച്ചുള്ള ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് വരുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാരതം മുഴുവനുള്ള ക്രൈസ്തവ സമൂഹം ഇപ്പോൾ ചിലൊരു ആശങ്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. നോർത്ത് ഇന്ത്യയിലൊക്കെ ആയാലും വിശ്വാസത്തിനെതിരെ, ക്രൈസ്തവർക്കെതിരെ, അച്ചന്മാർക്കും വൈദികർക്കൊക്കെ എതിരെയുള്ള ചില കേസുകളും ചില ആക്രമണമൊക്കെ സംഭവം നടക്കുന്നുണ്ട്. ഈ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു പിതാവ്? ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, നമ്മുടെ നാട് ഒരു മതേതരത്വ രാജ്യമായിരുന്നു. ഏത് മതത്തിൽ വിശ്വസിക്കുവാനും ആർക്കും തടസ്സങ്ങളൊന്നുമില്ലായിരുന്നു. പക്ഷേ ഈ ചില സാഹചര്യങ്ങളിൽ മതഭീകരവാദം എന്ന് പറയുന്നത് അത് വർദ്ധിച്ച് വന്നിട്ട് മറ്റുള്ളവരെ നിർമ്മാർജ്ജനം ചെയ്യണം എന്നുള്ള ചിന്തയാണ് പലർക്കും ഉള്ളത്. ഇത് വളരെയേറെ ദോഷമുളവാക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ന് ക്രൈസ്തവ സഭകൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഗുരുതരമാണ് പല സ്ഥലങ്ങളിലും. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാര്യം ഞാൻ പറയാം. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പീഡനങ്ങളുണ്ടാവും, സഹനങ്ങളുണ്ടാകും, നിങ്ങൾ വ്യാജമായിട്ട് കുറ്റാരോപണം നടത്തും എന്നൊക്കെ ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത്. പക്ഷേ ഇത് ഒരു നാടിന് നല്ലതല്ല, ഒരു രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് നല്ലതല്ല. ഇതുപോലെ ചേരിതിരിവുകളും അതുപോലെ തന്നെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുമ്പോൾ ആ നാട് അസ്വസ്ഥമായി തീരുകയാണ്. ഒരു നാട്ടിൽ സമാധാനവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ ആ നാട് വളരുകയുള്ളൂ, ഐശ്വര്യം ഉണ്ടാകുകയുള്ളൂ. ഐശ്വര്യം നഷ്ടപ്പെടുത്തുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങൾ ഇപ്പോഴുണ്ട്. അപ്പോൾ അതുകൊണ്ട് ക്രൈസ്തവ സഭയും ഇവിടെ ഈ നാടിന് ഒരു തിന്മയും ചെയ്യാതെ ഒത്തിരിയേറെ നന്മ ചെയ്തിട്ടുള്ള ഒരു മതമാണ് ക്രൈസ്തവ മതം. ആർക്കും സംശയമില്ല. ഇപ്പോൾ ഉള്ള നേതാക്കന്മാരെല്ലാവരും തന്നെ നമുക്കറിയാം എവിടെ പഠിച്ചതാണ്, മിക്കവാറുമൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിച്ചവരാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ, ആതുര സേവന മേഖലയിൽ, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനത്തിലൊക്കെ എത്രയോ ആളുകൾ, എത്രയോ അച്ഛന്മാരും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ എത്രയോ ആളുകൾ അതിലെ ഭാവാക്കളായിരുന്നു. അതുകൊണ്ടല്ലേ ഈ നാട് ഇത്രയും വളർന്നത്? ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചാൽ മനസ്സിലാകും നമുക്കത്. അപ്പോൾ നമ്മുടെ നാട് വളരുവാനും ഉയരുവാനും ഐശ്വര്യമുണ്ടാകുവാനും കാരണമായി തീർന്നത് ഈ ക്രൈസ്തവ സഭയുടെ സാന്നിധ്യവും അവരുടെ തത്വങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ശുശ്രൂഷയുമാണ് എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അതിനെ സ്വീകരിക്കുന്നവർ അംഗീകരിക്കുകയും ചെയ്യും. കാരണം ഇന്ന് ഈ നമ്മൾ മറ്റ് രാജ്യങ്ങളുമായിട്ട് കിടപിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാരണം നമ്മൾ ഈ നാടിനു വേണ്ടി ക്രൈസ്തവ സഭ ചെയ്ത ആ നന്മകളും ശുശ്രൂഷകളുമാണെന്ന് എനിക്ക് തോന്നുന്നു.